പതുക്കെ പതുക്കെ. അച്ഛാ കാല്. ആ, ഇങ്ങോട്ട് വരണമെന്ന് പലപ്പോഴും വിചാരിക്കും. ഇയാളെ കണ്ടതുകൊണ്ട് ഇന്ന് തരപ്പെട്ടു. എന്താ പോലെ പഠിക്കുന്നില്ലേ നന്നായിട്ട്? ആ, എന്തിനാ? കുറച്ച് ഫ്രൂട്ട്സ് സാറ് വാങ്ങിച്ചതാ. ആ, ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. ഭേദപ്പെടാൻ കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ. ഫിസിയോതെറാപ്പി മുടങ്ങാതെ ചെയ്യണം. അതിന് മുടങ്ങാതെ കൊണ്ടുപോകുന്നുണ്ട് സാർ. ഇനിയിപ്പം എന്ത് ചെയ്തിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സാർ. എന്താ കനക ഇത്? ഇങ്ങനെ നിരാശപ്പെട്ടാലോ? ഇതാണ് എൻ്റെ കുഴപ്പം സാറേ. ഇതിനു മുമ്പ് എത്രയോ പ്രതിസന്ധികൾ നേരിട്ടിരിക്കുന്നു ഇല്ലേ? അപ്പോഴൊന്നും തളർന്നിട്ടില്ലല്ലോ. ആ മനോബലം ഇപ്പോഴും ഉണ്ടാവണം. നിരാശപ്പെടാൻ പാടില്ല. ധൈര്യമായിരിക്കെ, ഒക്കെ ശരിയാവും. ആഹാ, നമസ്കാരം. നമസ്കാരം. ഇക്കായെ കണ്ടിട്ട് കുറച്ചു നാളായി. ഇരിക്കെ. കുറച്ചു നേരമായോ വന്നിട്ട്? ആ, ഞാൻ നിസ്കരിക്കായിരുന്നു. ആ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഓ, പഴയതുപോലൊന്നുമില്ല. എന്നാലും അന്നന്നത്തെ കഞ്ഞിക്കുള്ള വക കിട്ടുന്നുണ്ട്. ഓ പിന്നെ ഇക്ക ആഗ്രഹം നടത്തിയിട്ട് വേണ്ടേ കഞ്ഞി കുടിക്കാൻ? മക്കൾ ഗൾഫിൽ നയിക്കുന്ന ആർക്കാ? മക്കൾക്ക് എത്ര സമ്പാദ്യം ഉണ്ടെങ്കിലും അവനവൻ അധ്വാനിച്ച് 10 കാശുണ്ടാക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. ആ, അതാണ് അതിൻ്റെ ശരി. നമ്മുടെ ചന്ദ്രദത്തൻ്റെ കവിതകളെക്കുറിച്ച് ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. കനകൻ്റെ കാര്യം അറിഞ്ഞതു മുതൽ ഇവിടെ വരാൻ തീരുമാനിച്ചതാ. ഇവിടെ വന്നാലുടൻ തന്നെ വന്ന് കാണും. വീട്ടു സാധനങ്ങളെല്ലാം തീർന്നു. പതുക്കെ അച്ഛാ. അച്ഛാ, ഇനി അതുവരെ ഒറ്റയ്ക്ക്. ആ, എന്താ പറ്റത്തില്ലേ? ഞങ്ങളുണ്ടല്ലോ, പയ്യെ നടന്നാ മതി. ആ, എല്ലാത്തിനും ഞാൻ ഒരുത്തി എന്നെ കിടന്ന് ചാവണം. എടി ഐശ്വര്യേ, ഈ പിള്ളേരിത് എവിടെ പോയി കിടക്കുന്നു? അച്ഛൻ നടക്കും. മക്കളെ വയ്ക്കോ, അച്ഛൻ നടന്നോളാം. അച്ഛാ, സൂക്ഷിക്കണേ. ഐശ്വര്യേ, ദാ വരുന്നു. ദേ, കുളിക്കാൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്.
सबा आंचल झलका दे ऐसा न हो कि तेरी नजर कहीं शोले भड़का दे ആ ആ ചേച്ചി ഇതങ്ങ് അകത്തോട്ട് വയ്ക്ക് കൊണ്ടുവയ്ക്കുന്നേ പിടിക്കേ ആ കുഴപ്പമില്ലെന്ന് ആ ഇപ്പം എങ്ങനെയുണ്ടെണ്ണ എൻ്റെ ഗംഗ, ഈ കടമൊക്കെ ഞാൻ എങ്ങനെ തീർക്കാനാ? ആ അതാണിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നത്. അണ്ണൻ ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതവിടെ ഇരിക്കട്ടെ അണ്ണാ, ഞാൻ ആ കളക്ടർ ഓഫീസിൽ അപേക്ഷ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൗൺസിലർ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ പണിക്കർ സാർ ഒരു അഡ്വക്കേറ്റിന് ഏർപ്പാട് ചെയ്തിരുന്നു. വക്കാലത്ത് ഇവിടെ അണ്ണൻ നേരിട്ട് വരേണ്ടി വരും. ഇപ്പം വേണ്ട, പിന്നെ മതിയെന്ന് ഞാൻ തന്നെ കൊണ്ടുപോവാ. ഇരിക്കെ ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തായി, കളക്ടറെ കണ്ടോ? ആ അത് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളക്ടറെ കണ്ടു, അപേക്ഷയും കൊടുത്തു. ആ വല്ലതും കിട്ടിയാ കിട്ടി, സർക്കാർ കാര്യമല്ലേ. അത് പോട്ടെ, ആ പിശാചിൻ്റെ മോനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അവ അന്ന് മുങ്ങിയതാ, പിന്നെ ഇതുവരെ പൊങ്ങിയിട്ടില്ല. പൊങ്ങിയ അപ്പൊ പൊക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ഇനിയിപ്പോൾ ആരുമായിട്ടും വഴക്കിനും വക്കാണത്തിനൊന്നും പോണ്ട. മണി പറയുന്നത് ശരി തന്നെ. എന്നാൽ ഈ പാവത്തിനെ ഈ പരുവത്തിലാക്കിയവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ജീവിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഇനിയും എത്ര നാൾ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കും? അതിനുള്ള വഴിയൊക്കെ പടച്ചോൻ കാട്ടിത്തരും. ഒരിടം കുഴിയുമ്പോൾ മറ്റൊരിടം നിവരും. ആ എനിക്കൊരോട്ടമുണ്ട്, ഞാൻ ചെല്ലട്ടെ. അണ്ണ ഇറങ്ങണം. ആ ശരി. ഇക്കാലത്ത് ഇങ്ങനെയുള്ള നല്ല ചെറുപ്പക്കാരെ കിട്ടൂല. സ്വന്തം കൂടപ്പറപ്പ് പോലും ഇതുപോലൊന്നും സഹായിക്കൂല.